വിയ കരിയർ ടോക്സ് നമ്മൾ ഇന്ന് പറയുന്നത് ജെഇ മെയിൻ്റെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. 2026 ജാനുവരി സെഷനിൽ നടക്കുന്ന ജെഇ മെയിനിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമാണിത്. 2025 നവംബർ 27 വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ എക്സാം നടത്തുന്നത്. നമ്മൾ ഇതിനകത്തേക്ക് വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് തെറ്റ് തിരുത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്കിതിനകത്ത് കുറച്ചുകൂടെ വ്യക്തത വരുത്തി വേണം കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഈ പ്രാവശ്യം NDA മെയിൻ്റെ ആപ്ലിക്കേഷൻ വന്നപ്പോൾ നമുക്ക് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാര്യം NDA കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് പറഞ്ഞതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആ വിജ്ഞാപനം പൂർണ്ണമായിട്ടും NDA മാറ്റിയിട്ടുണ്ട്. വെർച്വലായിട്ട് പോലും നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എങ്ങനെയാണോ എക്സാം നടന്നത് അതുപോലെ തന്നെയായിരിക്കും ഈ പ്രാവശ്യം എക്സാം നടക്കുന്നത്. ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് 5 ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്. ഒന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫ്, രണ്ടാമത് സിഗ്നേച്ചർ, മൂന്നാമത് നമ്മുടെ 10th സർട്ടിഫിക്കറ്റ്, നാലാമതായിട്ട് നമ്മൾ ഡിസേബിൾഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഡിസബിലിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പിന്നീട് ഐഡന്റിഫിക്കേഷൻ പ്രൂഫായിട്ട് ആധാർ കാർഡ്. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് സ്കാൻഡ് ഫോട്ടോഗ്രാഫ് ആണ്. അപ്പോൾ നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ഇതിന് വേണ്ടത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം ഈ ഫോട്ടോ എടുക്കേണ്ടത്. നമ്മുടെ ഫേസിൽ മാസ്ക് ഒന്നും ഉപയോഗിച്ച് ഫോട്ടോ എടുക്കരുത്. കാര്യം നമ്മുടെ ഫേസ് 80% വിസിബിൾ ആയിരിക്കണം. ചെവി വ്യക്തമായിട്ട് കാണത്തക്ക രീതിയിൽ വേണം ഫോട്ടോ എടുക്കാനായിട്ട്. ഇതിന്റെ ഫയൽ ഫോർമാറ്റ് JPG ആണ്. ഇതിന് ഫയൽ സൈസ് പറയുന്നുണ്ട് 10 KB മുതൽ 200 KB വരെയാണ് ഫയൽ സൈസ് പറയുന്നത്. ഏതാണ്ട് ഒരു 100 KB-ലൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതുകൂടാണ്ട് നമ്മുടെ ഈ ഫയലിന്റെ നെയിം നമ്മൾ ഫോട്ടോഗ്രാഫ് എന്ന് തന്നെ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാം. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ സ്കാൻഡ് സിഗ്നേച്ചർ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു വെള്ള പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് നമ്മുടെ സൈൻ ചെയ്യുക. ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് സ്കാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന്റെ ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് JPG തന്നെയാണ്. ഫയൽ സൈസ് പറയുന്നത് 10 KB മുതൽ 100 KB വരെയാണ്. ഒരു 60 KB ഒക്കെ ആണെങ്കിൽ നല്ല വ്യക്തമായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ എടുക്കാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് ക്ലിയർലി ലെജിബിൾ ആകണം, അതായത് ഇതിന് വ്യക്തത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിന്റെ ഫയൽ നെയിം സിഗ്നേച്ചർ എന്ന് തന്നെ സേവ് ചെയ്യണം. മൂന്നാമതായി നമുക്ക് വേണ്ടത് 10th സർട്ടിഫിക്കറ്റിന്റെ സ്കാൻഡ് കോപ്പിയാണ്. മറ്റുള്ളതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇതിന്റെ ഫയൽ ഫോർമാറ്റ് വരുന്നത് PDF ആണ്. 50 KB മുതൽ 300 KB വരെയാണ് ഇതിന്റെ ഫയൽ സൈസ് പറയുന്നത്. ഇതും ഏതാണ്ട് ഒരു 100 KB-ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. വായിക്കത്തക്ക രീതിയിൽ വേണം ഇത് സ്കാൻ ചെയ്യാനായിട്ട്. ഇതിന്റെ സർട്ടിഫിക്കറ്റിന്റെ ഫയൽ നെയിം എഡിറ്റ് ചെയ്തിട്ട് ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് എന്ന് സേവ് ചെയ്യണം. അടുത്തതായിട്ട്, അതായത് നാലാമതായിട്ട് നമുക്ക് വേണ്ടത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നമ്മൾ ഡിസേബിൾഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യണം. ഇതിന്റെയും ഫയൽ നെയിം എഡിറ്റ് ചെയ്തിട്ട് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് തന്നെ സേവ് ചെയ്യണം. അഞ്ചാമതായിട്ട് നമുക്ക് വേണ്ടത് ഐഡന്റിഫിക്കേഷൻ പ്രൂഫാണ്. അതായത് ആധാർ, അപ്ഡേറ്റ് ചെയ്ത ആധാർ ആയിരിക്കണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്ത് പോകുന്ന സമയത്തെ ഒരു ലെവലിൽ വരുമ്പോൾ നമ്മുടെ കുട്ടിയുടെ ഫോട്ടോ ലൈവായിട്ട് എടുക്കുന്ന ഒരു സെഷൻ ഉണ്ട്. അപ്പോൾ ഈ ലൈവായിട്ട് എടുക്കുന്ന ഫോട്ടോയും നമ്മുടെ ആധാറിലെ ഫോട്ടോയും ഒരേ പേജിൽ തന്നെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഒത്തിരി പഴയ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ അന്നേരം അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അതുകൂടാണ്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. കാര്യം നമുക്ക് എപ്പോഴും ഒരു സംശയമുണ്ട് നമ്മുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് EWS. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അടുത്ത പാർട്ടിൽ നമുക്ക് ചെയ്യാം.